ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 22. പുരുഷഃ സ പരം പാർത്ഥ ഭക്ത്യാ ലഭ്യസ്ത്വനന്യയാ യസ്യാന്തഃ സ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. വിവർത്തനം. ശുദ്ധമായ ഭക്തി കൊണ്ട് മാത്രം പ്രാപ്യനാണ് സർവരിലും മഹത്തമനായ ആ പരമദിവ്യോത്തമ പുരുഷൻ. സ്വതാമസ്ഥനെങ്കിലും സർവവ്യാപിയും സർവത്തെയും ഉൾക്കൊള്ളുന്നവനുമാണ് അദ്ദേഹം. ഭാവാർത്ഥം: എവിടെ നിന്ന് തിരിച്ചു വരവില്ലയോ ആ പരമപദമാണ് പുരുഷോത്തമനായ കൃഷ്ണന്റെ ലോകമെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ആനന്ദ ചിന്മയരസ എന്നാണ് ആധ്യാത്മിക ആനന്ദപൂർണമായ ഈ സ്ഥാനത്തെ ബ്രഹ്മസംഹിത വിശേഷിപ്പിക്കുന്നത്. അവിടെ കാണാവുന്ന വർണ്ണവിശേഷങ്ങൾക്കെല്ലാം ഒരേ ഗുണമാണ് ആധ്യാത്മിക ആനന്ദം. അവിടെ ഒന്നും ഭൗതികമായിട്ടില്ല. അതുകൊണ്ട് ഭഗവാന്റെ ആത്മീയ വിസ്തരണങ്ങളെപ്പോലെ തന്നെയാണ് അവിടെയുള്ള വൈവിധ്യമാർന്ന വിസ്തരണങ്ങളും. 7-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെ അവിടുത്തെ എല്ലാ ആവിർഭാവങ്ങളും സമ്പൂർണമായും ആധ്യാത്മിക ശക്തിയുടേതാണ്. ഭൗതിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ഇപ്പോഴും തൻ്റെ പരമധാമത്തിലാണെങ്കിലും ഭൗതിക ശക്തിയാൽ അവിടുന്ന് സർവവ്യാപിയായിരിക്കുന്നു. ഭൗതികവും ആത്മീയവുമായ ലോകങ്ങളിൽ തൻ്റെ ഭൗതികവും ആത്മീയവുമായ ശക്തികളിലൂടെ അദ്ദേഹം സർവവ്യാപിയാണ്. ഏതൊന്നും അദ്ദേഹത്തിൽ തൻ്റെ ആധ്യാത്മികമോ ഭൗതികമോ ആയ ശക്തിയിൽ നിലനിന്നു പോരുന്നു എന്ന് സൂചിപ്പിക്കുന്നു യസ്യാന്തഃ സ്ഥാനി എന്ന പദം. ഈ ദ്വിവിധ ശക്തികളാൽ ഭഗവാൻ സർവവ്യാപിയാകുന്നു. കൃഷ്ണന്റെ പരമപദത്തിലോ എണ്ണമറ്റ വൈകുണ്ഠ ഗ്രഹങ്ങളിലോ എത്തിച്ചേരാൻ ഭക്തി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ഊന്നിപ്പറയുന്നു ഭക്ത്യ എന്ന പദം. പരമപദം പൂക്കാൻ മറ്റൊന്നും സഹായകരമാവില്ല. വൈദിക ശാസ്ത്രത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്: ഏകോ വശി സർവഗഃ കൃഷ്ണഃ. ഗോപാല താപന്യുപനിഷത്ത് 3:2. പരമധാമത്തിൽ ഒരു ഭഗവാൻ മാത്രമാണുള്ളത്. അവിടുത്തെ പേരാണ് കൃഷ്ണൻ. അത്യന്തം കാരുണ്യവാനാണ് അദ്ദേഹം. ഏകനാണെങ്കിലും കൃഷ്ണൻ പരസഹസ്രം പൂർണ്ണ വിസ്തരണങ്ങൾ കൈക്കൊള്ളുന്നു. മാറി മാറി വരുന്ന അസംഖ്യം ഇലകളും വിവിധ പുഷ്പഫലങ്ങളും ചുമന്ന് നിശ്ചലമായി നിലകൊള്ളുന്ന ഒരു വൃക്ഷത്തോട് ഭഗവാനെ വേദങ്ങൾ ഉപമിച്ചിട്ടുണ്ട്. വൈകുണ്ഠഗ്രഹങ്ങളിൽ ആധിപത്യം വഹിക്കുന്ന ഭഗവാന്റെ പൂർണ്ണ വിസ്തരണങ്ങളായ ചതുർഭുജ മൂർത്തികൾ പുരുഷോത്തമൻ, ത്രിവിക്രമൻ, കേശവൻ, മാധവൻ, അനിരുദ്ധൻ, ഹൃഷികേശൻ, സംകർഷണൻ, പ്രദ്യുപ്നൻ, ശ്രീധരൻ, വാസുദേവൻ, ദാമോദരൻ, ജനാർദ്ദനൻ, നാരായണൻ, വാമനൻ, പത്മനാഭൻ എന്നിങ്ങനെ വിവിധ നാമങ്ങളാലാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ സദാ ഗോലോക വൃന്ദാവനമെന്ന ഉത്കൃഷ്ട ധാമത്തിലാണെങ്കിലും സർവവ്യാപിയാകയാൽ എല്ലാം ഭംഗിയായി നടക്കുന്നു. ഗോലോകയേവ നിവസത്യഖിലാത്മഭൂതഃ. ബ്രഹ്മസംഹിത 5:37. പരാസ്യ ശക്തിർ വിവിധൈവ ശ്രൂയത്തെ സ്വാഭാവികീ ജ്ഞാനബലക്രിയാച. ശ്വേതാശതരോപനിഷത്ത് 6:8. ഭഗവാൻ വിദൂരസ്ഥനാണെങ്കിലും ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടിയും കുറ്റമറ്റ വിധത്തിലും നടത്തിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ബൃഹത്താണ് അവിടുത്തെ ശക്തിവിശേഷങ്ങൾ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.